നമസ്കാരം ആർ പി. നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ ചലനം സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏവർക്കും അറിയാം, വിജയുടെ TVK എന്ന പാർട്ടിയാണ് തമിഴ്നാട്ടിൽ വിജയിച്ചത്. തുടക്കത്തിൽ വിചാരിച്ചിരുന്നത് വിജയ് ഒരു ജൻസി രാഷ്ട്രീയത്തിൻ്റെ ആളാണ്, വിജയുടെ കൂടെയുള്ള MLA-മാരെല്ലാം താരതമ്യേന പുതുമുഖങ്ങളാണ്, അതൊക്കെ കൊണ്ട് തന്നെ വിജയ്ക്ക് കാര്യമായ പെർഫോമൻസസും ഒന്നും നടത്തുവാൻ സാധിക്കുകയില്ല എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു പക്വതയുടെ രാഷ്ട്രീയമാണ് വിജയ് എടുത്ത് അണിയുന്നത്. അത്തരത്തിലൊരു ബാലൻസ്ഡ് പൊളിറ്റിക്സിലേക്ക് വിജയ് നീങ്ങുന്നു എന്നുള്ള തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത്. ഇതൊരു ആരംഭശൂരത്വമാണോ എന്നറിയില്ല, പക്ഷേ അതല്ല എങ്കിൽ ഇത് BJPയെ കാര്യമായ രീതിയിൽ ബാധിക്കാൻ ഇടയില്ല. കാരണം വിജയുടെ രാഷ്ട്രീയം അസ്തമിക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ സ്പേസിലേക്ക് അണ്ണാമലയുടെ BJPയുടെ പുതുരാഷ്ട്രീയം കടന്നു വരും എന്നായിരുന്നു നമ്മൾ നിരീക്ഷിച്ചിരുന്നത്. അതിലൊരു വലിയ തടസ്സമുണ്ടാകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ വിജയിൻ്റെ രാഷ്ട്രീയം തളിരിടുന്നതിന് മുമ്പ് ആ സ്പേസ് BJPയുടെ സ്പേസിലെയാണ് വിജയ് കയറിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ല തിരിച്ചല്ല. പക്ഷേ അതിനേക്കാൾ മുമ്പ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇന്ന് പറയേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ നടന്ന ഒരു കാര്യം, അത് ഹരി അറിഞ്ഞോന്നറിയില്ല, 1 മണിക്കൂർ മുമ്പാണെന്ന് തോന്നുന്നു, തമിഴ്നാട്ടിലെ അസംബ്ലിയിൽ ലീഡർ ഓഫ് ഓപ്പോസിഷനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ വീണ്ടും സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് അധികം ആരും അറിഞ്ഞിട്ടില്ല. അതിപ്പോൾ നടന്ന സംഭവമായതുകൊണ്ട് അതൊരു വലിയ ചർച്ചയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഉദയനിധി സ്റ്റാലിൻ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്, പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ, ആ സംസാരിച്ച് തീരുമ്പോൾ അവസാനം പറഞ്ഞ ഒരു കാര്യം ഈ ഒരാവശ്യവുമില്ലാതെ, അവിടെ പ്രത്യേകിച്ച് യാതൊരു കോണ്ടെക്സ്റ്റും ഇല്ല, പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമില്ല, വിജയിന് നന്ദി പറയുകയും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് തമിഴ് ഭാഷ വളരട്ടെ, തമിഴ്നാട് വളരട്ടെ, സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ അയാളുടെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവവികാസമാണ്. 2023 തുടങ്ങിയതാണ് ഈ ഉദയനിധി സ്റ്റാലിൻ്റെ സനാതനധർമ്മത്തിനെതിരെയുള്ള ഈ ആക്രമണം. തോറ്റ് തുന്നം പാടിയിട്ടും ജനങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടും ഇപ്പോഴും ആ സനാതനധർമ്മത്തെ പിടിച്ച് തന്നെ വീണ്ടും വിജയ് ഉദയനിധി സ്റ്റാലിൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. അതുകൂടി ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായും അത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. കാരണം ഒരു ഇവാഞ്ചലിക്കൽ പൊളിറ്റിക്സ്, തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇവാഞ്ചലിക്കൽ പൊളിറ്റിക്സിനെ നമുക്ക് അത്ര കണ്ടൊന്നും തള്ളിക്കളയാൻ കഴിയില്ല, ഒട്ടും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വിജയ് ഇപ്പോൾ ഈ ഇവാഞ്ചലിക്കൽസിന്റെ ആളാണ്, ജോസഫ് വിജയ് എന്നാണ് യഥാർത്ഥത്തിൽ. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ, പുള്ളി ഇതെല്ലാം പറയുന്നു, കയ്യെ ചരടും നെറ്റിയിൽ പൊട്ടുമൊക്കെ ഉണ്ടെങ്കിലും പുള്ളി ഇന്നലെയും പറഞ്ഞത് ഇവരെല്ലാം പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉള്ളതായിട്ട് ആരും പറഞ്ഞിട്ടില്ല, ന്യൂനപക്ഷങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, തമിഴ്നാട്ടിലെ ഭൂരിപക്ഷമായ ഹിന്ദു ജനത ഇപ്പോൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് ന്യൂനപക്ഷക്കാരെന്ന് സ്വയം എല്ലാവർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ ഇവാഞ്ചലിസ്റ്റുകളോട് ചേർന്ന് നിൽക്കുന്ന ജോസഫ് വിജയിനെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ ഏതെങ്കിലും ന്യൂനപക്ഷത്തിനൊരു ഭീഷണിയോ അക്രമമോ നേരിടേണ്ടി വരിക? അപ്പോൾ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നു എന്ന് വിജയ് എടുത്തു പറയുന്നു. അതിൻ്റെ ഒരു അജണ്ടയാണ് ഇത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പൊളിറ്റിക്സ് പോലെയല്ല. ഇപ്പോൾ പെന്തക്കോസ് ഇവാഞ്ചലിക്കൽ പൊളിറ്റിക്സ് കുറച്ച് ഒരു അല്പം രാജ്യത്തിൽ വളരെയധികം ഏറ്റവും കൂടുതൽ മതപരിവർത്തനം തമിഴ്നാട്ടിലും പഞ്ചാബിലും. അതെ, ടാർഗറ്റഡ് ആയിട്ടുള്ള ചില ഏരിയകളിലേക്ക് അവർ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. വിജയ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സ്റ്റാലിനെ പോയി കണ്ടത് ഒക്കെ വലിയ രീതിയിൽ ഒരു മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു നല്ല സിഗ്നലാണ്, നല്ല സിമ്പലാണ് എന്നൊക്കെ തരത്തിലാണ് വിലയിരുത്തപ്പെട്ടത്. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടോ എന്ന് പോലും ഇപ്പോൾ RP ഈ കാര്യം പറയുമ്പോൾ എനിക്ക് സംശയം തോന്നുന്നു. കാരണം സ്റ്റാലിനും ഈ ഇവാഞ്ചലിക്കൽ പൊളിറ്റിക്സിൽ നിന്ന് അകലെയല്ല. സ്റ്റാലിന് അകലെയല്ല. ഇത് വേറെ ആരൊക്കെയോ നിയന്ത്രിക്കുന്നു എന്ന് ഉള്ള തോന്നൽ വരുന്നത് അത്ര യാദൃശ്ചികമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തമിഴ്നാട് പുറകില് ഇനി ഇതിന്റെ പുറകിൽ വേറൊരാളുകൂടെ ഉണ്ട്. നമ്മളധികം പേര് നമുക്ക് എല്ലാവർക്കും ഫെമിലിയറാണ്. അത് സാന്റിയാഗോ മാർട്ടിൻ. സാന്റിയാഗോ മാർട്ടിൻ്റെ പണമാണ് TVKയുടെ
ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ ഉപയോഗിച്ചത് 1300 1500 കോടി തന്നെ പറയുന്നു. അത്രയൊന്നും ആയിരിക്കില്ല തീർച്ചയായിട്ടും. അത് സാന്റിയാഗോ മാർട്ടിൻ്റെ പണമാണ് എന്ന് ഒരു വലിയ ആരോപണം ഇപ്പോൾ തന്നെ അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സാന്റിയാഗോ മാർട്ടിന് ഇതുപോലെയുള്ള ക്രിസ്ത്യൻ ലോബി, ന്യൂനപക്ഷ സംരക്ഷണം പറയുക, ഇതെല്ലാം ഈ ഒരു കൃത്യമായ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അപ്പോൾ അവിടെയും അനാഥരാകുന്നത് അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയാണ് എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം, ഒരു ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭീഷണിയും ഇല്ലാത്ത അവർ തഴച്ചു വളരുന്ന ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് അവിടെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കണമെന്ന് പറയുകയും മറുവശത്ത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ സനാതനധർമ്മത്തെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു പദ്ധതിയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ ആക്രമണം നേരിടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെ ബാധിക്കപ്പെടുന്ന ആൾക്കാർ ഹിന്ദുക്കളാണ്. ഹിന്ദു മുന്നണിയുടെ എത്ര പേരാണ്? അതെ, ഒരുപാട് പേരെ കഴുത്തറത്ത് കൊല്ലുന്ന ഒരു രീതി തന്നെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. മതം മാറ്റത്തെ എതിർത്ത പട്ടാളി മക്കൾ കച്ചിയുടെ ഒരു നേതാവിനെയും അതുപോലെ ജിഹാദികൾ കൊന്നിട്ടുണ്ട്. അതെ, അപ്പോൾ അത്തരത്തിൽ ആക്രമണം നേരിടുന്നത് ന്യൂനപക്ഷങ്ങൾക്കല്ല, അത് അവിടുത്തെ ഹിന്ദുക്കൾക്കാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് അത്ര നിഷ്കളങ്കമായിട്ടൊന്നും കാണുവാനായിട്ട് സാധിക്കുകയില്ല. അത് വളരെ ഓർഗനൈസ്ഡ് ആയിരുന്നു. ലീഡർ ഓഫ് ഓപ്പോസിഷന്റെ ഉദയനിധി സ്റ്റാലിൻ്റെ ഇന്നത്തെ പ്രസ്താവന അദ്ദേഹം നോക്കി വായിക്കുകയായിരുന്നു. നോക്കി വായിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ സനാതനധർമ്മത്തെ അതിനകത്തേക്ക് കൊണ്ടുവന്ന് അത് ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണം അവസാനിപ്പിക്കുന്നത്. ഈ സാന്റിയാഗോ മാർട്ടിന്റെ ഭാര്യ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വിജയിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും അധികം അവിടുത്തെ തമിഴ്നാട്ടിലെ ഏറ്റവും സമ്പന്നയായ മരുമോനാണ് ഏറ്റവും അവിടുത്തെ ശക്തമായ നേതാവെന്ന് പറയുന്നു. ഈ TVK പാർട്ടിയിലെ ഒരു ശക്തനായ നേതാവ് അയാളാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അസംബ്ലിയിൽ ഉദയനിധി സ്റ്റാലിൻ ഇത് പറയുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. പ്രതിപക്ഷത്തു നിന്നോ ഭരണപക്ഷത്തു നിന്നോ ഒരാൾ പോലും അതിനെ എതിർത്തില്ല. ഒരുപക്ഷെ അപ്രതീക്ഷിതമായതുകൊണ്ടായിരിക്കാം, പൂർണ്ണമായിട്ട് നിശബ്ദതയായിരുന്നു. ആരും സപ്പോർട്ട് ചെയ്തുമില്ല, അതായത് DMK എന്ന് ആരും സപ്പോർട്ട് ചെയ്തുമില്ല. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇന്ന് വീണ്ടും ഉദയനിധി സ്റ്റാലിൻ ഈ ഒരു വിഷയം എടുത്തിട്ടത്. മറുവശത്ത് അത് കേട്ടുകൊണ്ട് മുഖ്യമന്ത്രി വിജയ് അവിടെ മിണ്ടാതിരിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരക്ഷരം പറഞ്ഞില്ല. അതെ, അത്തരത്തിൽ ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവർ DMKക്കൊപ്പമാണ്, SDPIക്കൊപ്പമാണ് മത്സരിച്ചത്. SDPI അവരുടെ ഘടകകക്ഷിയാണ്. SDPIക്ക് ഈ തിരുപ്പറംകുൻട്രം പോലെ വളരെ പ്രധാനപ്പെട്ട പുണ്യസങ്കേതത്തിൽ വെച്ച് മാംസാഹാര ബിരിയാണി വെച്ച് വിളമ്പുവാനുള്ള അനുവാദം പോലും കൊടുത്ത, അവിടുത്തെ ദീപത്തൂണിൽ ഹിന്ദുക്കൾക്ക് ദീപം കൊളുത്തുവാനുള്ള കോടതി വേണ്ടി വന്നു. കോടതി ഉത്തരവിറക്കിയതിനു ശേഷം അവിടെ ഹിന്ദുക്കളെ ദീപം കൊളുത്തുവാൻ അനുവദിച്ചില്ല. പിന്നെ വീണ്ടും കോടതിയിൽ പോകേണ്ടി വന്നു. അത്തരത്തിൽ വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അവിടെ ദീപം കൊളുത്തുവാൻ, അതായത് ഹിന്ദുവിൻ്റെ ആചാരം നടപ്പിലാക്കുവാൻ പോലും കഴിയാത്ത തരത്തിൽ തമിഴ്നാട് മാറി. ഇത്രയേറെ പഴക്കമുള്ള തമിഴ് സംസ്കൃതിയുള്ള ആ ഒരു നാട്ടിലാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്തത്. ഇപ്പോഴും അവർക്ക് മതിയായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന്. ഇതൊരു വലിയ കോൺട്രഡിക്ഷനും കൂടാണ്. ഈ സനാതനധർമ്മത്തിനെതിരെ നിന്നുകൊണ്ട് ഞങ്ങൾ പൊക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ പെരിയാറുടെ ഐഡിയോളജിയാണ്, ഞങ്ങളുടെ ഐഡിയോളജി അതാണ് എന്ന് പറയുമ്പോൾ ആ ഐഡിയോളജി അനുസരിച്ച് ഒന്നും ജീവിക്കുന്ന ആൾക്കാരല്ല ഇവരാരും. ഇവരാരും തമിഴ് സംസ്കൃതിക്ക് വേണ്ടിയോ തമിഴ് ഭാഷയ്ക്ക് വേണ്ടിയോ സാധാരണ തമിഴ് സംസ്കാരം എന്ന് നമ്മൾ പറയുന്ന അത് ബേസിക്കലി ഹിന്ദു സംസ്കാരമാണ്. തോൽക്കാപ്പിയം തൊട്ട് ഏതെടുത്തു കഴിഞ്ഞാലും ഹിന്ദു സംസ്കൃതി തന്നെയാണത്. അതിന് പ്രാദേശികമായ വകഭേദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഹിന്ദു ധർമ്മമാണ്. പക്ഷേ അതിനുവേണ്ടി ഒന്നും ഇവരാരും ചെയ്യാറില്ല. തമിഴെന്ന് ഇങ്ങനെ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, ആ ഒരു ഇരട്ടത്താപ്പ് ഭീകരമാണ്. അതിനകത്ത് വലിയ വലിയ ഇരട്ടത്താപ്പാണ്. ശരിക്കും തമിഴിനോട് വലിയ പുച്ഛമുള്ള ആളായിരുന്നു പെരിയാർ എന്ന് കേട്ടിട്ടുണ്ട്. കാരണം പെരിയാർ നോക്കുമ്പോൾ തമിഴ് പുസ്തകങ്ങൾ മുഴുവൻ അദ്ദേഹം ഒരു ഹിന്ദു വിരുദ്ധനായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എല്ലാം ഹിന്ദു സംസ്കൃതിയുമായിട്ട്, അതുകൊണ്ട് ഇതെല്ലാം വേസ്റ്റാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ മനുഷ്യൻ.
അല്ല, അത്തരത്തിൽ ഒരു വലിയ ഗൂഢാലോചന ഈ 1937 ജസ്റ്റിസ് പാർട്ടി തുടങ്ങി വെച്ച ആ ഗൂഢാലോചന അപ്പോൾ കത്തിച്ചു തുടങ്ങിയ പ്രാദേശികവാദം, ആ പ്രാദേശികവാദത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു റീജിയണൽ പൊളിറ്റിക്സിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു രാജ്യവാദം, രാജ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു വാദം, വിഘടന രാഷ്ട്രീയത്തിൻ്റെ വാദം, ഇതൊക്കെയായിരുന്നു തമിഴ് രാഷ്ട്രീയം. തമിഴിൻ്റെ ദേശീയ സംസ്കൃതി, ഭാരതീയർക്ക് ഉയർത്തിവിട്ട തമിഴിൻ്റെ ദേശീയമായ ചിന്താഗതിയെ ഇവർ ഉടച്ച് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്ത് തമിഴനെ മറ്റൊരു തരത്തിൽ ചിന്തിപ്പിച്ചുകൊണ്ട് തമിഴിനെ ഒരു വിഘടനവാദിയാക്കി മാറ്റിക്കൊണ്ട് നിങ്ങളൊരു വിഘടനവാദമാണ് നടത്തേണ്ടത്, തമിഴ് രാഷ്ട്രീയം, തമിഴ് സംസ്കൃതി ഭാരതത്തിൽ നിന്ന് അന്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു ഇതുവരെ വിജയിച്ചിട്ടില്ല. അത് ഇതുവരെ വിജയിച്ചിട്ടില്ല. കൊല്ലം ഈ മുഗളന്മാരും സുൽത്താൻമാരും കൂടെ ഒരുമിച്ച് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഇവരെല്ലാവരും കൂടെ. ഇവരുടെ ഈ ഐഡിയോളജിയുടെ ഇതിൻ്റെ ഇരട്ടത്തപ്പി വേറൊരു പ്രശ്നമുണ്ട്. ഇവർ ഇത് പറയുന്നതെല്ലാം ഞങ്ങൾ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മുന്തിയ സൗകര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അതായത് തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തെ ഒരു വ്യവസായമാക്കി മാറ്റുക, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അഴിമതിയെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആക്കി മാറ്റുക, തമിഴ്നാടിൻ്റെ GDP പോലും ബാധിക്കുന്ന തരത്തിൽ അഴിമതി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഈ ദ്രാവിഡ പ്രസ്ഥാനം. അതിൻ്റെ നേതാക്കന്മാരാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് ഓർക്കുമ്പോൾ അവർ ജീവിക്കുന്ന സൗകര്യം, അവരാരും സാധാരണക്കാരല്ല, സാധാരണക്കാരെ പോലെ അല്ല ജീവിക്കുന്നതും. സ്വന്തം കഴിവില്ലെങ്കിലും പൈസ മുടക്കി സിനിമാ നടനാവുകയും രാഷ്ട്രീയ നേതാവാവുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊരു പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അംഗീകരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റില്ല. ഈ ഇരട്ടത്താപ്പാണ് വളരെ കൃത്യമായി DMK ഇത്രയും കാലം കൊണ്ടു നടക്കുന്നത്. അത് ഒരു പക്ഷേ കാലിൻ്റെ ചുവട്ടിലെ മണ്ണ് ഒലിക്കുന്നു എന്നുള്ള തോന്നലായിരിക്കണം വീണ്ടും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി സനാതനധർമ്മത്തെ അറ്റാക്ക് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു വശത്ത് വിജയും മറുവശത്ത് ഈ പറയുന്ന ഉദയനിധി സ്റ്റാലിനും വരുമ്പോൾ പൂർണ്ണമായിട്ടൊരു ഹൈന്ദവ വിരുദ്ധമായ, സനാതന വിരുദ്ധമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ രൂപപ്പെടുകയാണോ എന്ന് ഭയപ്പെടേണ്ടി വരും. അല്ല, പക്ഷേ അത്തരം ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെടുത്തിയെടുത്താൽ തീർച്ചയായും അത്തരം ആ ഒരു സംശയം തന്നെയാണ് തോന്നുന്നത്. അത്തരം ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തിയെടുക്കാൻ നോക്കുമ്പോൾ അവിടെ ഭരണത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറുമ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തായാലും അത് BJPക്ക് ഗുണകരമാകും. ആ രണ്ട് കാര്യം കൂടെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഒന്ന്, വിജയിൻ്റെ ഭരണത്തിൻ്റെ ഒരു ഭാവി. രണ്ടാമത്തേത് ഈ പറയുന്ന BJPക്ക് അവിടെ എന്ത് ചാൻസ് എന്നുള്ളതാണ്. അതുകൂടെ പറയാം നമുക്ക്. വിജയിൻ്റെ ഭരണത്തെ സംബന്ധിച്ചത് ചാൻസസ് ആർ, എനിക്ക് തോന്നുന്നത് ഒരു 60-40 ആണ്. അല്ലെങ്കിൽ വിജയ് അതുപോലെ എന്തെങ്കിലും അത്ഭുതം കാണിക്കണം. വിജയിനെക്കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് അത്ര ഭയങ്കര കഴിവൊന്നുമുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തെ വളരെ കൃത്യമായി ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉൾപ്പെടെ ഒരു വലിയ ടീം നിന്നിട്ടാണ് ഇദ്ദേഹത്തെ സിനിമാ നടനാക്കിയത്. ഇദ്ദേഹം അന്ന് പ്രശസ്തരായ പല സിനിമാ താരങ്ങളുടെയും വലിയ റോളുള്ള സിനിമകളിൽ അവരുടെ അനുജനായി ഒക്കെ വന്ന് അങ്ങനെ കയറിയാണ്. അത് ഈ തെറ്റൊന്നുമില്ല, അത് ഒരാളുടെ കരിയർ ബിൽഡപ്പ് ചെയ്യുകയാണ്. ആ കരിയറിൽ അദ്ദേഹം വിജയിക്കുകയും അദ്ദേഹത്തെ ഫാൻസിന് ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ അത് പുറകിൽ നിന്ന് പല ആൾക്കാരും ചെയ്തതാണ്. പക്ഷേ ഇതുകൊണ്ട് ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരാൾക്കൂട്ടമാണ്, ആർക്കും പരസ്പരം അറിയില്ല. ADMK-കാരാണ് കൂടുതലും MLA-മാർ, പഴയ ADMK ആണ്. BJP-കാർ പോലും ഉണ്ട്, പഴയ RSS-മായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾ പോലും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതൊരു ആൾക്കൂട്ടമാണ്. ഈ ആൾക്കൂട്ടത്തിന് എങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇദ്ദേഹത്തിന് തന്നെ ഈ MLA-മാരെ എല്ലാവരെയും പേരുകൊണ്ട് അറിയാമോ എന്ന് സംശയമാണ്. കാരണം അവരെല്ലാം വോട്ട് ചെയ്തത് വിജയിന് വേണ്ടിയിട്ടാണ്, ആ പർട്ടിക്കുലർ MLA-ക്ക് വേണ്ടിയിട്ടല്ല. ഇവരെല്ലാം പുതുതായിട്ട് പാർട്ടി വന്നതാണ്. ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിന് വളരെ പെട്ടെന്ന് ഒരു ഭരണത്തിലൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് ഇത്തരം സിംബോളിസത്തിലാണ് വിജയ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം പോയിട്ട് അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ സ്റ്റാലിനെയൊക്കെ കണ്ടു, അതിനകത്ത് വേറെ നമ്മൾ ആദ്യം പറഞ്ഞ പോലുള്ള ഗൂഢാലോചനയൊന്നും ഇല്ലെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. കാരണം 1973 ശേഷം ആദ്യമായിട്ടാണ്. പിന്നെ ആൾക്കാർ ഈ ദേശീയ മാധ്യമങ്ങളിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് വിജയ് ഒരു ഭയങ്കര, ഇവരൊക്കെ തമ്മിൽ ഭയങ്കര അടിയായിരുന്നു, ആരും പരസ്പരം മിണ്ടില്ല, DMK-യും ADMK-യും. അതിനിടയിൽ വിജയ് ഒരു പുതിയ സംസ്കാരം ഒന്നുമല്ല. അവിടെ തമിഴ്നാടിനെ നന്നായിട്ട് അറിയാവുന്നവർക്കറിയാം,
തമിഴ്നാട്ടിലെ ബ്യൂറോക്രസി വളരെ ശക്തമാണ്. ആ ബ്യൂറോക്രസിക്ക് എപ്പോഴും ഒരു തുടർച്ചയുണ്ട്, ആര് ഭരിച്ചാലും. അതുപോലെ തമിഴ്നാട്ടിലെ അഴിമതിക്കും അഴിമതി സാമ്രാജ്യത്തിനും തുടർച്ചയുണ്ട്. അവിടെ ആര് ഭരിച്ചാലും കോൺട്രാക്റ്റ് ചില ആൾക്കാർക്കാണ് കിട്ടുക, ആര് ഭരിച്ചാലും അഴിമതി ചില ആൾക്കാരാണ് നടത്തുക. ഇത് എഴുതി വച്ചു എന്ന് മാത്രമല്ല, ഭരണത്തിൽ ഇരിക്കുന്നവൻ ഉണ്ടാക്കുന്നത് പോലെ പ്രതിപക്ഷത്തിരിക്കുന്നവനും അതിൻ്റെ ഒരു കട്ട് കിട്ടുന്ന ഒരു സംസ്ഥാനം തമിഴ്നാടാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. തമിഴ്നാട്ടിൽ നമ്മുടെ കരുണാനിധി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കോൺട്രാക്റ്റും ഒക്കെ വേണ്ടി ആൾക്കാർ സമീപിക്കുമ്പോൾ അവരോടെല്ലാം സംസാരിച്ച് ഡീലായി കഴിയുമ്പോൾ അദ്ദേഹം ചോദിക്കും അത്രേ, ആ തൊപ്പിക്കാരനെ പോയി കണ്ടോന്ന്. അതായത് അപ്പുറത്ത് പോയിട്ട് എംജിആറിനെയും കാണണം, എംജിആറിനെയും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഡീല് നടക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവർ തമ്മിൽ അണികൾ തമ്മിൽ മിണ്ടത്തില്ല. നേർക്ക് നേർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തെരുവിൽ യുദ്ധം തന്നെ ഉണ്ടാവും. പരസ്പരം സംസാരിക്കാറില്ല, വലിയ വ്യക്തിപരമായ വിദ്വേഷമുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ നേതാക്കന്മാർ തമ്മിൽ അങ്ങനെയുള്ള വലിയ വിദ്വേഷമൊന്നും ഇല്ലായിരുന്നു. വളരെ കൃത്യമായി, വളരെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യവസ്ഥയുണ്ട് അഴിമതിക്ക് തന്നെ. അങ്ങനെ ഒരു വ്യവസ്ഥ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങനെ ഒരു അന്തർധാരയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് വിജയ് ചെയ്ത ഒരു വലിയ സംഭവമല്ല, പക്ഷേ ഒരു പുതിയ ഒരു രീതി അവിടെ പരസ്യമായിട്ട് പോയിട്ട് കാണുക, ഇത്തരം കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ സംസ്കാരം വരുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഭരണം വിജയിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇമ്മെച്യൂരിറ്റിയും അല്ലെങ്കിൽ ഭരണപരിചയക്കുറവും ഒരാളെ വിഴുങ്ങാൻ അധിക സമയമൊന്നും വേണ്ട. അത്തരത്തിൽ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ പുതുതായി ചെന്ന് എല്ലാവരെയും അങ്ങോട്ട് ചെന്ന് കാണുക, ഇതിലൊരു എന്താ പറയുക, ഒരു മേമ്പൊടി, ഒരു എന്താ പറയുക, ചില ആകർഷകമായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വയ്ക്കുന്നു എന്നതിനപ്പുറം ഇതിന് ഭരണപരമായി ഒരു സ്വാധീനവും നടത്തുന്ന ഒരു PR വർക്ക്, ഒരു പൊളിറ്റിക്കൽ PR വർക്ക് എന്നതിനപ്പുറം ഇതിന് നമുക്ക് ഒരു രീതിയിലും പരിഗണിക്കാൻ കഴിയില്ല. അവിടെ വേണ്ടത് ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അവിടുത്തെ ലീക്കേജ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയുള്ള ലീക്കേജ് വളരെ നല്ല രീതിയിലുള്ള ലീക്കേജ് ഉണ്ട്. ഇത്രയും മാത്രം വ്യാവസായികമായിട്ട് മുന്നോട്ടമുള്ള സംസ്ഥാനത്തിൽ പോലും PDS വഴിയുള്ള ലീക്കേജ് വളരെ ശക്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പാർട്ടികൾ വഴിയാണ് എല്ലാ വളരെ കൃത്യമായി പൊതുജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് ഓഫീസുകളുമായിട്ടുള്ള ആക്സസ് കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ പ്രേക്ഷകരെ തിരുത്തുക. ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും പല സ്കീമുകളിലും ആൾക്കാർക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ഗവൺമെൻറ് ഓഫീഷ്യൽസിനെ കാണാൻ പറ്റില്ല, ലോക്കൽ നേതാവിനെ മീറ്റ് ചെയ്യുക. ഇത് പലപ്പോഴും കേഡർ പാർട്ടികൾ ചെയ്തിട്ടുണ്ട്, കേരളത്തിലും ചെയ്തിട്ടുണ്ട്. ആ പാർട്ടി വഴിയാണ് നമ്മൾ സർക്കാർ സംവിധാനത്തെ ബന്ധപ്പെടുക. അത് തന്നെ ഒരു അഴിമതിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തെ മാറ്റിമറിക്കാനാണ് ഒരാൾ ചെയ്യേണ്ടത്. പക്ഷേ അത് കൃത്യമായി ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അധികാരത്തിലെത്തിയ അല്ലെങ്കിൽ ആരൊക്കെയോ പുറകിൽ നിൽക്കുന്ന വിജയിന് അത് സാധിക്കുമോ എന്നുള്ളത് ഒരു ഒബ്സർവേഷൻ വേണം. കാരണം ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന ഏരിയയിൽ ഇതൊരു ബിസിനസ് പോലെ തന്നെയാണ്. നമുക്ക് ബിസിനസ്സിനെ ഒബ്സർവ് ചെയ്താൽ മാത്രമേ ആ ബിസിനസ്സിന് നമുക്ക് എന്താണ് അവിടെ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രായോഗികമായ വിവരം ഒരു രാഷ്ട്രീയക്കാരൻ ഇല്ലെങ്കിൽ അവന് പോളിസികൾ നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കില്ല. ഹരി ചോദിച്ച രണ്ടാമത്തെ കാര്യമുണ്ട്, BJPയുടെ കാര്യം. BJP വേർക്കുമോ എന്നുള്ളതാണ് ഹരി ചോദിച്ചത്. തീർച്ചയായിട്ടും ഇപ്പോൾ വിജയിൻ്റെ ഈ ഉദയവും അധികാരത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തി. ഞാൻ ഒരിക്കലും അദ്ദേഹം അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് തീർച്ചയായിട്ടും DMK വളരെ ചെറിയ മാർജിനിൽ വരുമെന്ന് തന്നെയായിരുന്നു. പക്ഷേ വിജയിൻ്റെ പാർട്ടി ഉണ്ടാവും. പക്ഷേ വിജയ് വന്നത് BJPക്ക് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം BJP AIADMKയോടൊപ്പം നിൽക്കുകയാണ്. AIADMKയോടൊപ്പം നിന്നിട്ടാണ് ഈ ഇലക്ഷൻ മത്സരിച്ചത്. AIADMK തന്നെ പിളരുകയും ഇപ്പോൾ AIADMKയുടെ 30 MLA വിജയിനോടൊപ്പം പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അപ്പോൾ AIADMKയിൽ നിന്ന് വേറിട്ട് BJPക്ക് സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി ഐഡൻറ്റിറ്റി പൊളിറ്റിക്സുമായി മുമ്പോട്ട് പോകണം എന്നുള്ള ആവശ്യം നേരത്തെ ഉണ്ടായിരുന്നു. ആ ആവശ്യം എന്തുകൊണ്ടോ BJP അത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു. BJPക്ക് അത് ചെയ്തേ മതിയാവൂ, എന്നെങ്കിലും അത് ചെയ്തേ മതിയാവൂ. ആ പൊളിറ്റിക്സിന് ജനങ്ങളുടെ അംഗീകാരം ഇപ്പോൾ കിട്ടിയിട്ടില്ല. അതായത് AIADMK സഖ്യവുമായിട്ട് മുമ്പോട്ട് പോയിട്ട് എനിക്ക് തോന്നുന്നു 3% വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഈ 3% യഥാർത്ഥത്തിൽ BJPക്ക് ഒരു 16-18% വരെ തമിഴ്നാട് പൊളിറ്റിക്സിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കോൺഗ്രസ്സിന്, അതായത് ദ്രാവിഡിയൻ പൊളിറ്റിക്സിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ യഥാർത്ഥത്തിൽ
ഒരു 20% വോട്ട് വരെ ഒരു നാഷണലിസ്റ്റ് അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക്, ദേശീയ പാർട്ടികൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കോൺഗ്രസ് ഒരിക്കൽ അത് കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട്. ജയലളിതയുടെ കാലത്താണെന്ന് തോന്നുന്നു. കോൺഗ്രസ്സിന് 20-21 അതിനുശേഷമാണല്ലോ ഇവരുടെ ഈ ഒരു ഇത് വന്നത്. അപ്പോൾ ഈ ഒരു 20-21% വോട്ട് BJPക്കും കിട്ടാൻ എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ അത് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന പോലെ ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് BJP അവിടെ പൊളിറ്റിക്സ് ചെയ്താൽ മാത്രമേ അത് കിട്ടൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായും അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും, ഭാവിയിൽ സംഭവിക്കുമെന്ന് തന്നെയാണ്. അതിനൊരു താൽക്കാലികമായൊരു പിൻവലിയിൽ മാത്രമാണ്. ഉടൻ തന്നെ തമിഴ് രാഷ്ട്രീയത്തിൽ ചില അവിടെ ഒരു ഹിന്ദു റിസർജൻസ് ഉണ്ട്. അതെ അതെ, എന്തൊക്കെ പറഞ്ഞാലും ഇവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഹിന്ദുക്കൾക്കെതിരെ തിരിയുമ്പോൾ ബംഗാളിൽ ഉണ്ടായതുപോലെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ തമിഴ്നാട്ടിലും ഉണ്ടാവും, ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. അപ്പോൾ അതിനെ കൃത്യമായി ഒരു രാഷ്ട്രീയ ബോധ്യമാക്കി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റാൻ ഒരു ടൂൾ അവിടെ ആവശ്യമാണ്. അത് അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള BJPക്ക് അത് സാധ്യമാണ്. അതിന് പകരം വെക്കാൻ വേറൊന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.